ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു വെള്ളരിക്ക കറി എങ്ങനെ വയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളരിക്ക ഇതുപോലെ തോല് കളഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കാം. അപ്പോൾ അതിൻ്റെ വിഷാംശമൊക്കെ പോവും. അതിനുശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ സവാള കൂടെ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് വെറുതെ വെള്ളരിക്ക മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വെള്ളരിക്ക വേവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കാം. ഇപ്പോൾ ഇതുപോലെ കുക്കറിൽ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ആവശ്യത്തിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചമ്മന്തി തയ്യാറാക്കാം. അതിനുശേഷം അതിലോട്ട് കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും സാധനമാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. അതിനുശേഷം മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത ഈ ചമ്മന്തി വെന്തിരിക്കുന്ന നമ്മുടെ വെള്ളരിക്കയിലോട്ട് ചേർത്ത് ആവശ്യത്തിന് കുറച്ച് പുളിയും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കടുക് വറുത്ത് കുറച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് കരിവേപ്പിലയൊക്കെ ഇടുമ്പോൾ അത് നല്ല മണം വരും. അതും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇനിയും കാണാത്തവർ എല്ലാ വീഡിയോകളും കാണണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ ഇവിടെ നിന്ന് വായിക്കുന്നതാണ്. ആരും കമൻസൊന്നും ഇടാറില്ല. അപ്പോൾ കമൻസൊക്കെ അറിയിക്കണം. ഇതാണ് ഈ ചമ്മന്തി ഇതിലോട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് പുളിയിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.